വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. നിവിൻ പോളിക്കെതിരായ പീഡനക്കേസിലെ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. 2023 ഡിസംബർ 14 നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ്. എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ്. 15 പുലർച്ചെ 3 മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മാളില്ലേ, ന്യൂക്ലിയസ് മാളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഒരു 8 മണി, ഞങ്ങളൊരു 7-7:15 ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് 8:30 ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മാളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട്, കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് സെയിം ഡേ. കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത്. അപ്പൊ എനിക്ക് 4 ദിവസമേ നിവിന്റെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 ദിവസം കൊണ്ട് കണ്ടതാണ്. അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല. കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത്, ഞാൻ തന്നെ സംസാരിച്ചത്. ഡിസംബർ 1, 2, 3 ഒക്കെ നിവിൻ മൂന്നാർ നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 ജോയിൻ ചെയ്തത്. 14, 15, 16 ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 14 തൊട്ട് 15 വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. 15 രാവിലെ എനിക്ക് 15 വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും. എൻ്റെ ഒരു ഓർമ്മ ഒരു 2:30 മണി 2:45 വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത്. അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു 3-3:15 ആയിട്ടുണ്ടല്ലോ ക്രൗൺ പ്ലാസയിൽ നിന്ന് പോകുമ്പോ. അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. അത് എവിടെയായിരുന്നു ഷൂട്ടിങ് അങ്ങനെ പറഞ്ഞോ? കേരളം വിട്ടു പോകുന്നോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്താണെന്നോ എല്ലാം പറഞ്ഞിരുന്നോ? അബ്രോഡാണെന്ന് മറ്റോ? ഫാർമയുടെ ഷൂട്ട് കേരളത്തിൽ തന്നെ ആയിരുന്നു എന്റെ ഓർമ്മയല്ലേ. എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നാട്ടിൽ തന്നെ ആയിരുന്നു. 14th എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 15th വെളുക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസയിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CCTV ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില്. പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും. ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ്. പിന്നെ 10-300 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് ഞങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോ. അപ്പൊ ഇവരെല്ലാരും ഷൂട്ടാണ്. അതെ, അതൊരു സംശയമില്ല. 14th to 15th ഏർലി മോർണിംഗ് വരെ ഞാൻ ഉണ്ടായിരുന്നു നിവിന്റെ കൂടെ. അതുകൊണ്ട് എനിക്കത് 100% പറയാൻ പറ്റും. ഈ ഒരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അല്ലേ? വിശ്വസിക്കുന്നൊന്നല്ല. ഈ 14-15 അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് 100% പറയാൻ പറ്റും. ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും. ക്രൗൺ പ്ലാസയുടെ CCTV ഫുട്ടേജ് ക്രൗഡിൽ ഷൂട്ട് ചെയ്ത ദിവസങ്ങളാണ് ഇതൊക്കെ. അതെ, ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ്. ആ ക്രൗഡ്, അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട്, ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ഉണ്ട്, പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറുമാണ്
ആങ്കറുമാണ്. അപ്പൊ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ. പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങൾക്ക് 100,000 പ്രൂഫ് കിട്ടും. ഇവൻ ന്യൂക്ലിയസ് മോളിൽ പോലും നിവിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്നു. ഡേ ഫുൾ അല്ല, അന്ന് ഒരു 3 മണി വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ? നമുക്ക് 15th ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് 16-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ അന്ന് നിവിന്റെ പോർഷൻ 15-ാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമയ്ക്ക് പോണെന്ന് പറഞ്ഞതുകൊണ്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈ വൈറലായ വീഡിയോ ആണോ അവിടെ ഷൂട്ട് ചെയ്തത്? അതെ അതെല്ലാം ഷൂട്ട് ചെയ്ത ഒറ്റ ദിവസമാണ്. 14th രാവിലെ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷൻ, പിന്നെ സ്റ്റേജിലുള്ള പോർഷൻ, പിന്നെ ക്രൗൺ പ്ലാസയിൽ ഉള്ള നിവിന്റെ കംപ്ലീറ്റ് സീൻസ് എല്ലാം. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. പരാതിക്കാരി പറഞ്ഞത് എന്താണ് എന്ന് കൂടി നമ്മൾ കേൾക്കണം. 14, 15 ഈ 2 ദിവസവും തനിക്കൊപ്പം ഉണ്ടായിരുന്നു. അത് മറ്റാരുടെയും കൺഫർമേഷൻ അല്ല, വിനീത് ശ്രീനിവാസൻ തന്നെ നേരിട്ട് ഞങ്ങളുടെ പ്രതിനിധി സൈഫുന്നിസ അലിയാറുമായി സംസാരിച്ചതാണ് പ്രേക്ഷകർ കേട്ടത്. നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് തുടങ്ങുന്ന ആ ഒരു ട്രെൻഡിങ് ഡയലോഗ് അടക്കം ഷൂട്ട് ചെയ്ത ഭാഗമാണോ എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് നമുക്ക് ഒരു കാര്യം കൂടി കേൾക്കണമല്ലോ. ഡിസംബർ 14, 15, 16 തീയതികളിൽ ദുബായിൽ വെച്ചായിരുന്നു ഉപദ്രവിച്ചത് എന്നാണ് പരാതിക്കാരി ഇന്നലെ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. അതെ, ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? ആ ഒരു 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. ഇതാണ് പരാതിക്കാരി പറഞ്ഞത്. സൈഫുന്നിസ അലിയാർ, നമുക്ക് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ നടന്ന ഷൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒരു പൊതുസ്ഥലത്താണ്, ഒരു മാളിലാണ്. ഒരു മാളിൽ നടന്ന ഷൂട്ട്. തെളിവുകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് അത്രയ്ക്ക് കോൺഫിഡൻസോട് കൂടിയാണ് സൈഫുന്നിസയോട് സംസാരിച്ചതായി എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഈ പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ കേരളത്തിലായിരുന്നു, കൊച്ചിയിലായിരുന്നു, ഷൂട്ടിലായിരുന്നു നിവിൻ പോളി എന്നതല്ലേ ഇപ്പോൾ വിനീത് തെളിവ് നൽകുന്നത്? തീർച്ചയായും നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ ഇക്കാര്യം 100% ഉറപ്പ് പറയുകയാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് നിവിൻ എന്നാണ്. ഈ 14, 15 ദിവസങ്ങളിൽ, അതായത് 15-ാം തീയതി പുലർച്ചെ 3 മണി വരെ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് സാധ്യതയില്ലല്ലോ എന്നാണ് വിനീത് തന്നെ പറഞ്ഞത്. കാരണം അത്രയും ഹെക്റ്റിക് ഷൂട്ടായിരുന്നു, ബംഗാളികളെ പോലെ ഞങ്ങൾ പണിയെടുക്കുകയായിരുന്നു എന്നാണ് വിനീത് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ജോലി എടുത്ത ഒരാൾ അപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ കയറിയാൽ പോലും അന്ന് വൈകിട്ടായിരിക്കണം ദുബായിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ദിവസങ്ങൾ 14, 15 തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്. അത് പക്ഷേ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഇപ്പോൾ സംവിധായകൻ വിനീത് ശ്രീനിവാസൻ തന്നെ നമ്മളോട് പറയുന്നത്. വിനീതിൻ്റെ സിനിമ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി 4 ദിവസമാണ് നിവിൻ പോളി കൊടുത്തത്. അത് ഡിസംബർ ആദ്യ ആഴ്ചയിലായിരുന്നു 3 ദിവസം കൊടുത്തത്. പിന്നെ ഒരു ദിവസം കൊടുത്തിരുന്നത് ഡിസംബർ 14-ാം തീയതിയാണ്. അത് ഈ പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ രംഗങ്ങൾ, അതായത് ഈ നെപ്പോട്ടിസം, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് മുഴുവൻ, നിവിൻ പോളിയുടെ പോർഷൻസ്, ആ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് ഈ 14-ാം തീയതി രാവിലെ 7 മണി മുതൽ 15-ാം തീയതി പുലർച്ചെ വരെയുള്ള സമയത്താണ്. ഇത് 2 സ്ഥലങ്ങളിലായാണ് ഷൂട്ട് ചെയ്തത്. എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലായ ക്രൗൺ പ്ലാസയിലും വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. ആദ്യം സ്റ്റേജ് രംഗങ്ങളും തിയേറ്റർ രംഗങ്ങളൊക്കെ ആയിരുന്നു. ഇത് ന്യൂക്ലിയസ് മാളിനകത്താണ് ഷൂട്ട് ചെയ്തത്. ഇത് വലിയൊരു ക്രൗഡിനുള്ളിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അതായത് 100 കണക്കിന് പേർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അതിന് സാക്ഷി പറയാനുണ്ടാവും. കാരണം ഇത്രയും പേർക്കിടയിൽ 14-ാം തീയതി നിവിൻ പോളി ഷൂട്ടിങ്ങിന് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി
അവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രൗൺ പ്ലാസയിലും ആ ക്രൂവിൻ്റെ മെമ്പേഴ്സ് എല്ലാവരും, അതായത് വലിയ ക്രൗഡ് ആയിരുന്നില്ലെങ്കിൽ പോലും ക്രൂ മെമ്പേഴ്സ് എല്ലാം തന്നെ സിനിമയുമായി കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ അടക്കം, പ്രൊഡ്യൂസർ അടക്കം, ആർട്ട് ഡയറക്ടർ അടക്കം ഉള്ള ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 14-ാം തീയതി ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ സിനിമയിൽ കണ്ട, പ്രേക്ഷകർ സിനിമയിൽ കണ്ട ആ ഹിറ്റ് ഡയലോഗ് അടങ്ങുന്ന സീൻ ഷൂട്ട് ചെയ്തത് മാളിൽ വെച്ചാണ്. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ആളുകൾക്കിടയിൽ, 1-2 പേരല്ല ലൊക്കേഷനിൽ, ഒരുപാട് ആളുകൾക്കിടയിൽ ഷൂട്ട് ചെയ്ത ഒരു സീനിന്റെ, അതിന്റെ എപ്പോഴാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്, അതെപ്പോഴാണ് റെക്കോർഡ് ചെയ്തത് എന്നുള്ളതിന്റെ രേഖകളടക്കം ഇപ്പോൾ തെളിവുകളായി നമ്മുടെ മുന്നിലുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ പാസ്പോർട്ടിൽ ഇവർ തിരിച്ച് നാട്ടിലേക്ക് വന്നത് 17-ാം തീയതിയാണെന്ന് പറയുന്നു. നിവിൻ പോളി ഇനി വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ദുബായിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് തീയതിയാണ് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തെളിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി ഈ പരാതിയുടെ നിജസ്ഥിതി ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വിനീത് ശ്രീനിവാസൻ കാര്യങ്ങൾ പറഞ്ഞ് എത്തിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. വളരെ നിർണായകമാവുകയല്ലേ വിനീത് ശ്രീനിവാസന്റെ ഈ വാക്കുകൾ, ഈ പിന്തുണ? തീർച്ചയായും സുജയ, വിനീത് ശ്രീനിവാസൻ തനിക്ക് 15 വർഷമായി അറിയാവുന്ന, അല്ലെങ്കിൽ താൻ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരാൾ എന്ന നിലയിലല്ല ഇക്കാര്യം പറയുന്നത്. തനിക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന, അന്ന് ദിവസം തൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന, തൻ്റെ സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരു നടൻ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത്. അതിന് തെളിവുകളാണ് വിനീത് ശ്രീനിവാസൻ തന്നെ കൈമാറിയ ക്ലിപ്പിംഗ്സ് ആണ് നമ്മളുടെ ഇപ്പോൾ വിഷ്വലിലുള്ളത്. അതായത് ഈ സിനിമയിലെ രംഗങ്ങൾ, ആ ക്ലിപ്പിംഗ്സിൻ്റെ ഹാർഡ് ഡിസ്കിനൊപ്പം തന്നെ അതിൻ്റെ സമയവും തീയതിയുമുണ്ട്. അതുകൊണ്ട് അതിലൊന്നും കള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും വ്യാജമായി കൂട്ടിച്ചേർക്കാനോ ഒന്നും കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കഴിഞ്ഞ് ഫാർമ എന്ന് പറയുന്ന വെബ് സീരീസിന് ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് പോകേണ്ടതെന്ന് നിവിൻ പോളി പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയാണ്, ആ സിനിമയ്ക്ക് സീരീസ് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസം മുഴുവൻ ഉറങ്ങാതെ ഈ ക്രൂ മുഴുവൻ ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. ഞാൻ ഫാർമയുടെ സംവിധായകൻ അരുണുമായി സംസാരിച്ചിരുന്നു. അരുണും നമ്മളോട് ആ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു PCR-ൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അരുൺ ആ കാര്യം ഫോണിൽ പറയുകയും ചെയ്യും. അരുൺ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ തനിക്കൊപ്പം ഷൂട്ടിങ്ങിന് ഈ നിവിൻ പോളി ഉണ്ടായിരുന്നതാണ്. അതായത് 2 ഡയറക്ടേഴ്സാണ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നത്. ഈ 14-ാം തീയതിയും 15-ാം തീയതിയും 16-ാം തീയതിയുമെല്ലാം നിവിൻ പോളി ഈ സംവിധായകരുടെ സിനിമയിലും വെബ് സീരീസിലുമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദുബായിലായിരുന്നില്ല, ദുബായ് യാത്ര നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഈ പരാതിയിൽ പറയുന്ന തീയതികൾ വ്യാജമാണോ, അല്ലെങ്കിൽ ഈ പരാതി വ്യാജമാണോ, അതല്ല ഈ പരാതിക്കാരിക്ക് തീയതി തെറ്റിപ്പോയതാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം സംശയമായിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ പരാതി നേരത്തെ ഒരു തവണ പോലീസിന് മുമ്പിൽ വന്നതാണ്. ഒരു തവണ ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നതാണ്. അന്ന് ഈ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തുകയും സ്ക്വാഷ് ചെയ്യുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയൊരു കൗണ്ടർ പെറ്റീഷൻ താൻ കൊടുക്കണോ എന്ന് നിവിൻ പോളി ചോദിച്ചപ്പോഴും പോലീസുകാർ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, പ്രശസ്തിക്ക് വേണ്ടി പലരും ഇത്തരം കേസുകളെല്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നിവിൻ പോളി അങ്ങനെ ഒരു പരാതിയുമായി രംഗത്തേക്ക് വരികയാണ്. മാത്രമല്ല, നോക്കൂ, ഈ ആരോപണം വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയുള്ള പ്രതികരണം ഇതൊരു ഫേക്ക് കംപ്ലൈന്റ് ആണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് രാത്രി 9:15 ആയപ്പോഴേക്കും നിവിൻ പോളി എത്തുകയാണ്. മാത്രമല്ല, ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ഇത്രയും തുറന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉയർന്ന ആരോപണങ്ങളിലൊന്നും സിനിമാ മേഖലയിൽ നിന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന തീയതി തെറ്റാണ്, സിദ്ദിഖിന് പോലും അങ്ങനെയൊരു പിന്തുണയോ ആനുകൂല്യമോ കിട്ടുന്നത് നമ്മൾ കണ്ടില്ല, പരാതി തെളിയിക്കട്ടെ എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഇതാ നോക്കൂ, എൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഈ ഭാഗം എടുത്തത് ആ ദിവസമാണ്, അതിൻ്റെ ഹാർഡ് ഡിസ്ക് തെളിവുകൾ, അതോടൊപ്പം തന്നെ മാളിൽ ഷൂട്ട് ചെയ്തതിൻ്റെ CCTV ഫുട്ടേജസ് എന്ത് വേണമെങ്കിലും പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനീത് ശ്രീനിവാസന്റെ പിന്തുണ കൃത്യമായി നിവിൻ പോളിക്ക്. അതും അടിയന്തര ഘട്ടത്തിലാണ് ആ പിന്തുണ ലഭിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതല്ലേ സൈഫുനിസ? ഇനിയിപ്പോൾ പരാതിക്കാരിക്ക് അവർക്ക് തീയതി തെറ്റിപ്പോയതാണെന്ന് പറയുക മാത്രമേ വഴിയുള്ളൂ. കാരണം അവർ 17-ാം തീയതി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് തൊട്ടുചേർന്നുള്ള ദിവസങ്ങളിലാണ് തനിക്ക് നേരെ പീഡനം ഉണ്ടായത് എന്ന് അവർ നമ്മുടെ അഭിമുഖത്തിൽ വന്നിരുന്ന് പറഞ്ഞതാണ്. ആ വാക്കുകൾ അവിടെ നിൽക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് തീയതി തെറ്റിപ്പോയി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോഴും നിവിൻ പോളി ആ സമയത്ത് ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ എന്ത് തെളിവുകളാണ് ഇനി ബാക്കിയുള്ളത് സൈഫുനിസ? തീർച്ചയായും ഒരു വിദേശയാത്ര എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് പാസ്പോർട്ട് രേഖകൾ തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഇത് തെളിയിക്കാനും സാധിക്കും. ഒരു പാസ്പോർട്ടിൽ ഈ ദിവസങ്ങളിൽ ഇന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ ഈ കേസിന് വലിയൊരു തെളിവായി മാറുകയാണ്. പക്ഷേ ഞാനൊന്ന് ഇടപെടുകയാണ്. സൈഫുനിസ നേരത്തെ സൂചിപ്പിച്ച സംവിധായകൻ അരുണിലേക്ക് നമുക്കൊന്ന് പോകണം.